Good morning all of you. Today we are going to start a new chapter. Our chapter name is friction. What is friction? Do you know what is friction? Before we are going to discuss about friction, I will explain some example. First one, what happens when we step on a banana peel? Yes, we will slip. When we walk on a banana peel or a wet floor, we will slip. Okay, then when we are run on a bicycle, if we want to stop any place, we will apply the brake. Then the bicycle will stop there. How the brake can stop that bicycle? Do anybody think about it? In this chapter, we are discuss about that things. Okay. അതായത് നമുക്കറിയാം നമ്മളൊരു ഓയിലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോറിലൂടെ നടന്നാൽ വി കാണ്ട് വാക്ക് ഈസിലി, നമുക്ക് ഈസി ആയിട്ട് നടക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് വെൻ വി സ്റ്റെപ്പ് ഓൺ എ ബനാന പീൽ, നമ്മളൊരു പഴത്തൊലിയിൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുവർ ദാറ്റ് വി വിൽ സ്ലിപ്പ്, നമ്മൾ ഉറപ്പായിട്ടും വീണിരിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതേപോലെ തന്നെ നമ്മൾ ബൈസിക്കിളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെഹിക്കിൾസിലോ മൂവ് ചെയ്യുന്ന സമയത്ത് ഇഫ് യു വോണ്ട് ടു സ്റ്റോപ്പ് എനി പ്ലേസ്, നമുക്ക് ഏതെങ്കിലും ഒരു പ്ലേസിൽ സ്റ്റോപ്പ് ചെയ്യണമെന്നെങ്കിൽ വി വിൽ അപ്ലൈ ദാറ്റ് ബ്രേക്ക്, നമ്മൾ ആ ബ്രേക്ക് അപ്ലൈ ചെയ്യും. ദെൻ ദി വെഹിക്കിൾ വിൽ സ്റ്റോപ്പ് ദോ, ആ വെഹിക്കിൾ അവിടെ നിന്നിട്ടുണ്ടാവും. എങ്ങനെയാണ് ഈ ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു വെഹിക്കിൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്? ഇതെല്ലാം സംഭവിക്കുന്നത് കോമൺ ഫിനോമിനോൺ ബിഹൈൻഡ് ദിസ് പ്രോസസ്സ്, ഒരു കോമൺ ഫിനോമിനോൺ ഇതിന്റെ ബാക്കിൽ നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഫ്രിക്ഷൻ. അതാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഫ്രിക്ഷൻ ഒപ്പോസസ് ദി ഫോഴ്സ് വി അപ്ലൈഡ്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. വെൻ ടു സർഫസസ് ആർ കം ഇൻ കോണ്ടാക്ട്, രണ്ട് സർഫസുകൾ കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് ആ സർഫസുകൾക്കിടയിൽ ആക്ട് ചെയ്യുന്ന ഒരു ഒപ്പോസിംഗ് ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇഫ് വി കൺസിഡർ ടു സർഫസസ്, വൺ ഈസ് സ്മൂത്ത് ആൻഡ് അനദർ ഈസ് റഫ്, നമ്മളൊരു രണ്ട് സർഫസുകൾ കൺസിഡർ ചെയ്യാണ്, ഒരു സ്മൂത്ത് സർഫസും ഒരു റഫ് സർഫസും. ഇഫ് വി ക്യാൻ ടേക്ക് ടു എക്സാമ്പിൾസ്, വൺ ഈസ് എ മാർബിൾ ഫ്ലോർ, മാർബിൾ പീസ് ആൻഡ് അനദർ ഈസ് എ വുഡൻ ബോർഡ്. രണ്ടിനെയും നമ്മൾ പ്ലേസ് ചെയ്യാണ്, ഒരു മാർബിളിനെയും നമ്മൾ വെച്ചിട്ടുണ്ട്, ഒരു വുഡൻ ബോർഡ്, ഒരു മരത്തിന്റെ കഷ്ണത്തിനെയും നമ്മൾ വെച്ചിട്ടുണ്ട്. ദെൻ വി ആർ ട്രൈങ് ടു മൂവ് എ ബുക്ക് ഓൺ ദീസ് ഫ്ലോർ, നമ്മൾ ഈ രണ്ട് ഫ്ലോറിലും വെച്ചിട്ട് നമ്മൾ ബുക്കിനെ മൂവ് ചെയ്യിപ്പിക്കാൻ, ഏതെങ്കിലും ഒരു ബുക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്ട്സിനെ എടുത്തിട്ട് മൂവ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. വിച്ച് കേസ് വി ക്യാൻ മൂവ് ഈസിലി ദാറ്റ് ബുക്ക്, ആ ഒരു ബുക്കിനെ നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യിക്കാൻ കഴിയും. ഏത് കേസിലാണ്? ഇറ്റ് ഈസ് ഷുവർ ദാറ്റ് വി ക്യാൻ മൂവ് ദാറ്റ് ഒബ്ജക്ട് ഈസിലി ഇൻ ദി മാർബിൾ ഫ്ലോർ, മാർബിൾ ഫ്ലോറിലുള്ള ഒബ്ജക്ട്സിനെയാണ് നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യിക്കാൻ പറ്റുക. ദാൻ ദി വുഡൻ ബോർഡ്, ഒരു വുഡൻ ബോർഡിലുള്ളതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യിപ്പിക്കാൻ കഴിയും ഒരു മാർബിളിലുള്ളതിനെയാണ്. അതായത് നമ്മളൊരു മാർബിളിന്റെ പീസും ഒരു മരത്തിന്റെ കഷ്ണം എടുക്കുകയാണ്, രണ്ടിലും ഒരു ഒബ്ജക്റ്റിന്, ഇപ്പം നമുക്കൊരു ബുക്ക് എടുക്കാം, ബുക്കിനെ വെച്ചിട്ട് നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുകയാണ്, അതിനെ തട്ടി നീക്കുകയാണ്. ഏറ്റവും സ്പീഡിൽ മൂവ് ചെയ്യുക അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുക മാർബിൾ ഫ്ലോറിലുള്ളതായിരിക്കും. കാരണം എന്താണ്? മാർബിൾ എന്ന് പറയുന്നത് ഒരു സ്മൂത്ത് സർഫസ് ആണ്. ഈ സ്മൂത്ത് സർഫസും വുഡ് എന്ന് പറയുന്നത് ഒരു റഫ് സർഫസും ആണ്. അതായത് ഒരു റഫ് സർഫസ് എടുത്താൽ ആ റഫ് സർഫസിൽ ഒരുപാട് ഇറഗുലാരിറ്റീസ് നമുക്ക് കാണാൻ കഴിയും. ഒരു റഫ് സർഫസ് എടുത്താൽ അത് നമുക്കറിയാം, ഒരു പ്ലെയിൻ സർഫസും ഒരു റഫ് സർഫസും ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതൊരു പ്ലെയിൻ സർഫസ് ആണ്, അവിടെ പ്ലെയിൻ ആയിട്ടാവും കിടക്കുന്നുണ്ടാവും. ഒരു സ്മൂത്ത് സർഫസ് ആണ്, സ്മൂത്ത് ആണ്, അവിടെ തട്ടും തടസ്സവും ഒന്നും ഉണ്ടായിരിക്കില്ല, ഇറഗുലാരിറ്റീസ് ഒന്നും ഉണ്ടായിരിക്കില്ല. എന്നാൽ നമ്മളൊരു ഇഫ് യു ടേക്ക് എ റഫ് സർഫസ്, ഒരു റഫ് സർഫസ് എടുത്താൽ ദർ ആർ എ ലോട്ട് ഓഫ് ഇറഗുലാരിറ്റീസ് ദർ, അവിടെ ഒരുപാട് ഇറഗുലാരിറ്റീസ്, അവിടെ ഒരുപാട് തടസ്സങ്ങൾ. നമ്മളിങ്ങനെ തൊട്ട് നോക്കി അറിയാൻ പറ്റില്ലേ? റഫ് ആയിട്ടുള്ള സർഫസ് തൊട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിറയെ കുണ്ടും കുഴിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ ഒരു സ്മൂത്ത് സർഫസ് എടുത്താൽ നല്ല സ്മൂത്ത് ആയിരിക്കും. അത് തന്നെയാണ്, ഇതൊരു റഫ് സർഫസ് ആണ്, ഇതൊരു സ്മൂത്ത് സർഫസ് ആണ്. ദെൻ ഈ റഫ് സർഫസിന്റെ മുകളിൽ മറ്റൊരു റഫ് സർഫസുള്ള ഒബ്ജക്റ്റ് വന്നിരിക്കുകയാണെന്ന് കരുതുക. അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ നമ്മൾ ഒരു റോഡിലൂടെ അല്ലെങ്കിൽ ഒരു റഫ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സർഫസിൽ വേറൊരു റഫ് സർഫസ് കൊണ്ടുപോയി വെക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഗ്രൗണ്ടിൽ നമ്മുടെ മുറ്റത്ത് ഒരു കല്ലെടുത്ത് വെക്കുകയെന്ന് കരുതുക. കല്ലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് നല്ല റഫ് ആയിട്ടുള്ള സർഫസ് ആണ്. നമ്മുടെ മുറ്റം എന്ന് പറഞ്ഞാൽ അതും നമുക്കറിയാം നല്ല റഫ് സർഫസ് ആണ്. അങ്ങനെ നമ്മൾ കൊണ്ടുപോയി വെക്കുമ്പോൾ ഇപ്പോൾ ഇതൊരു സ്റ്റോൺ ആണെന്ന് കരുതുക. ഈ സ്റ്റോണിലും ഒരുപാട് ഇറഗുലാരിറ്റീസ് ഉണ്ടായിരിക്കും, നമ്മുടെ ഗ്രൗണ്ടിലും ഒരുപാട് ഇറഗുലാരിറ്റീസ് ഉണ്ടാവും. ഈ രണ്ട് ഇറഗുലാരിറ്റീസും തമ്മിൽ ഈ ഒരു ഗ്രൗണ്ടിന്റെ ഇറഗുലാരിറ്റീസിലേക്ക് ആ സ്റ്റോണിന്റെ ഇറഗുലാരിറ്റീസ് കയറി ഇരുന്ന് അവിടെ ഒരു ഇന്റർലോക്കിംഗ് ഫോം ചെയ്യും. അവിടെ ഒരു ഇന്റർലോക്ക് ആവും. ആ രണ്ട് സർഫസുകളും തമ്മിൽ ഒരു ഇന്റർലോക്ക് വരും. അതായത് അവർ തമ്മിൽ ഒരു ലോക്കിംഗ് വന്നു.
ഇനി ഈ ഒരു സ്റ്റോണിനെ ഈ ഒരു സർഫസിൽ നിന്നും നമ്മൾ മൂവ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഇന്റർലോക്കിംഗ് ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫോഴ്സ് കൊടുക്കണം. എങ്കിലാണ് ആ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് അവിടുന്ന് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ ഒരു സർഫസിൽ നമ്മളിപ്പോൾ അങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. നമ്മൾ ഈ ഒരു സ്റ്റോണിനെ മൂവ് ചെയ്യിപ്പിക്കാൻ അങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഒരു സർഫസ് ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കും. അതായത് നമ്മൾ അതിനെ മൂവ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഇന്റർലോക്കിംഗ്, അവരുടെ തമ്മിലുള്ള ആ ഒരു ലോക്കിംഗ് കാരണം നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അതൊരു ഫോഴ്സ് കൊടുക്കും. ആ ഫോഴ്സിനെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു റഫ് സർഫസിന്റെ കേസിലാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറഞ്ഞു സ്മൂത്ത് സർഫസ്. സ്മൂത്ത് സർഫസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഇസ് ഓൺലി മൈന്യൂട്ട് ഇറഗുലാരിറ്റീസ്, വളരെ കുറച്ച് ഇറഗുലാരിറ്റീസ് എവിടെ ഉണ്ടാവുള്ളൂ. മേ ബി ചിലപ്പോൾ ഇറഗുലാരിറ്റീസ് ഇല്ലാന്ന് തന്നെ പറയാം. ഇനി അവിടെ നമ്മൾ ഇതേപോലെ ഒരു സ്മൂത്ത് സർഫസിനെ തന്നെ കൊണ്ടുപോയി വെക്കുകയാണ്. ഇതിപ്പോൾ ഒരു ടൈൽ ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരു മാർബിൾ ഫ്ലോർ ആണ്. മാർബിൾ ഫ്ലോറിൽ നമ്മൾ ഒരു നല്ല മിനുസമുള്ള ഒരു ബുക്ക് എന്തെങ്കിലും കൊണ്ടുപോയി വെക്കുകയാണ്, ഒരു പുസ്തകം കൊണ്ടുപോയി വെക്കുകയാണ് എന്ന് കരുതുക. അപ്പോൾ ഇത് രണ്ടും സ്മൂത്ത് സർഫസ് ആണ്. നമുക്കറിയാം വി ക്യാൻ മൂവ് ഇറ്റ് ഈസിലി, നമുക്കതിനെ ഈസി ആയിട്ട് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. കാരണം ഇവിടെ രണ്ട് സർഫസിലും ഇറഗുലാരിറ്റീസ് ഇല്ല. അപ്പോൾ അവിടെ ഒരു ഇന്റർലോക്കിംഗ് നടക്കുന്നില്ല. ഇവിടെയും ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഈ ഒബ്ജക്റ്റിനെ നമ്മൾ അങ്ങോട്ട് നീക്കുമ്പോൾ ഈ ഒരു സർഫസ് ഇങ്ങോട്ടൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതെന്ന് പറയുന്നത് ഇതിൻ്റെ അത്രയും ഹൈ ആവില്ല. അപ്പോൾ റഫ് സർഫസിലായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതൽ. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സർഫസ് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് അവയ്ക്കിടയിലുള്ള ഇറഗുലാരിറ്റീസ് മൂലമാണ് ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു ഗ്രിപ്പ് കിട്ടുന്നത്. രണ്ട് സർഫസുകൾക്കിടയിൽ വരുന്ന ഒരു ഇന്റർലോക്കിംഗ് മൂലമാണ് അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുന്നത്. ആ ഫ്രിക്ഷനെ മാറ്റിയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ട് വരുന്ന ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് റഫ് സർഫസിലും സ്മൂത്ത് സർഫസിലും നടക്കുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ വിച്ച് ഈസ് ഹയർ? ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഹയർ ഇൻ റഫ് സർഫസ്. റഫ് സർഫസിലായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ഹയർ ആവുന്നത്. കാരണം ദർ ഇസ് എ ലോട്ട് ഓഫ് ഇറഗുലാരിറ്റീസ് ഇൻ ദി റഫ് സർഫസ്. റഫ് സർഫസുകൾക്കിടയിൽ നല്ല ഇറഗുലാരിറ്റീസ് ഉണ്ട്. സോ ആ ഇറഗുലാരിറ്റീസ് തമ്മിലൊരു ഇന്റർലോക്കിംഗ് ഫോം ചെയ്യും. ആ ഒരു ഇന്റർലോക്കിംഗ് കാരണം ഹൈ ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിരിക്കും ഇവിടെ ആക്ട് ചെയ്യാം. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുക. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞത് നമുക്കൊരു വെറ്റ് ഫ്ലോറിലൂടെ നടക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ വെൻ വി സ്റ്റെപ്പ് ഓൺ എ ബനാന പീൽ വി വിൽ സ്ലിപ്പ്, നമ്മൾ സ്ലിപ്പ് ചെയ്യുന്നു പറഞ്ഞു. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബനാന പീൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ വെരി സ്മൂത്ത്, നല്ല സ്മൂത്ത് ആണ്. അതിൽ നമ്മൾ ചവിട്ടുന്ന സമയത്ത് അത് വീണിട്ടുണ്ടാവും ഒരു മാർബിൾ ഫ്ലോറിലായിരിക്കും. അപ്പോൾ മാർബിൾ ഫ്ലോർ എന്ന് പറഞ്ഞാലും നല്ല സ്മൂത്ത് ആണ്, ബനാന പീൽ എന്ന് പറഞ്ഞാലും നല്ല സ്മൂത്ത് ആണ്. ആ സ്മൂത്ത് ആൻഡ് സ്മൂത്ത് സർഫസ് വരുമ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഫ്രിക്ഷൻ വളരെ കുറവാണ്, ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത്. അതായത് അവിടെ നമ്മൾ അങ്ങോട്ട് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ, നമ്മളവിടെ ചവിട്ടുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് ആ മൂവ് ചെയ്ത് പോകുന്നു. അതാണ് നമ്മളവിടെ വീഴുന്നത്. എന്നാൽ നമ്മൾ നമ്മുടെ മുറ്റത്ത് കൂടെ നല്ല റഫ് സർഫസ് ഉള്ള ചപ്പൽസ് ഇട്ടിട്ട് നടക്കുകയെന്ന് കരുതുക. വെൻ വി വാക്ക് ഓൺ അവർ ഗ്രൗണ്ട് ബൈ വെയറിങ് എ റഫ് സർഫസ് ചപ്പൽസ്, നല്ലതിലൂടെ നടക്കുമ്പോൾ രണ്ടും റഫ് സർഫസുകളാണ്. അപ്പോൾ ഹൈ ഇറഗുലാരിറ്റീസ് ആയിരിക്കും. രണ്ട് ഇറഗുലാരിറ്റീസും തമ്മിലൊരു ഇന്റർലോക്കിംഗ് ഫോം ചെയ്യും. അവിടെ ഹൈ ഫ്രിക്ഷൻ ആയി മാറും. അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് നടക്കാനായിട്ട്, ഗ്രിപ്പോട് കൂടി നടക്കാനായിട്ട് പറ്റുകയും ചെയ്യും. ഇതേപോലെ ഫ്രിക്ഷന് നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഫ്രിക്ഷൻ കൊണ്ടുള്ള ഉപകാരങ്ങൾ ഒരുപാടാണ്. ഫ്രിക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ വി കാണ്ട് വാക്ക്, നമുക്ക് നടക്കാൻ പറ്റില്ല. വി കാണ്ട് റൈറ്റ്, അതായത് നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഈ ഒരു ചോക്ക് എടുക്കുകയാണെങ്കിൽ ചോക്കിൽ ഒരുപാട് ഇറഗുലാരിറ്റീസ് ഉണ്ട്. നമ്മുടെ ബോർഡ് എന്ന് പറയുന്നതും സ്മൂത്ത് അല്ല, നല്ല റഫ് സർഫസ് ആണ്. അപ്പോൾ ഈ ചോക്കിൻ്റെ ഇറഗുലാരിറ്റീസും ബോർഡിലെ ഇറഗുലാരിറ്റീസും തമ്മിൽ ഒരു ഇന്റർലോക്കിംഗ് ഫോം ചെയ്ത് അവർ തമ്മിൽ അറ്റാച്ച് ചെയ്യുന്നത് കൊണ്ടാണ്, അവരുടെ ഫ്രിക്ഷൻ കാരണമാണ് നമ്മൾ വരയ്ക്കുന്നതും എഴുതുന്നതും ഒക്കെ ബോർഡിൽ തെളിഞ്ഞ് കാണുന്നത്. അതേപോലെ തന്നെയാണ് വെൻ വി റൈറ്റ് ഓൺ എ നോട്ട്ബുക്ക് ബൈ യൂസിങ് എ പെൻ, ഇത് ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്കത് എഴുതാൻ പറ്റുന്നത്. അതേപോലെ ഇഫ് ദർ ഈസ് നോ ഫ്രിക്ഷൻ വി കാണ്ട് ഹോൾഡ് എനിത്തിങ്. നമ്മളൊരു സാധനം, ഒരു ഒബ്ജക്റ്റ് നമ്മുടെ കയ്യിൽ പിടിക്കുന്നത്, നമുക്കറിയാം നമ്മുടെ കൈക്ക് ഒരു ഫ്രിക്ഷൻ ഉണ്ട്. നമ്മുടെ കൈ അത്ര സ്മൂത്ത് അല്ല, റഫാണ്. നമ്മൾ പിടിക്കുമ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നത് നമുക്ക് അവിടെ ഒരു ഫ്രിക്ഷൻ കൊടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ്, ഒരു ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമ്മൾ വല്ല ഓയിലോ പൗഡറോ ഒക്കെ ഇട്ടതിന് ശേഷം പിടിക്കുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് വഴുക്കി വീണു പോകും. അതായത് ഫ്രിക്ഷൻ കുറയുന്നത് കൊണ്ടാണ്, അത് ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു ഒബ്ജക്റ്റിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ നമ്മൾ ആണി തറക്കും, ചുമരിൽ ആണി തറക്കുന്നത് ചുമരിനൊരു റഫ് സർഫസ് ആണ്. അതിലേക്ക് ഈ ആണി അടിച്ചു കയറ്റുമ്പോൾ അവയ്ക്കിടയിൽ ഒരു ഇന്റർലോക്കിംഗ് ഫോം ചെയ്യാണ്. ആ സർഫസുകൾ തമ്മിൽ ലോക്ക് ചെയ്യുകയാണ്, അവിടെ ഫ്രിക്ഷൻ കൂടുകയാണ്. അതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ നടക്കാൻ കഴിയുന്നത് നമ്മുടെ ഷൂസും ഗ്രൗണ്ടും തമ്മിലുള്ള ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. വെഹിക്കിൾസ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നിർത്താൻ കഴിയുന്നത്. റോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റോഡ് നല്ല റഫ് സർഫസ് ആണ്.
അതേപോലെ റോഡിലൂടെ മൂവ് ചെയ്യുന്ന വെഹിക്കിൾസിൻ്റെ ഇപ്പോൾ സൈക്കിളിൻ്റെ ഒക്കെ ടയറുകൾ നിങ്ങൾ നോക്കി നോക്കുക, ഒരു പെർട്ടിക്കുലർ ഷേപ്പ് ആവുക. ഈ കാണുന്ന ഷേപ്പിലായിരിക്കും നമ്മുടെ ടയറുകളുടെ ഒക്കെ ഷേപ്പ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അതായത് ഇങ്ങനെ കുണ്ടും കുഴിയും നിറഞ്ഞിട്ടുള്ള റഫ് സർഫസ് ആയിരിക്കും. അപ്പോൾ ആ റഫ് സർഫസിൽ ഇറഗുലാരിറ്റീസും റോഡിലെ ഇറഗുലാരിറ്റീസും തമ്മിലൊരു ഇന്റർലോക്കിംഗ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് സ്ലിപ്പ് ആവാതെ വെഹിക്കിൾസ് മൂവ് ചെയ്യാൻ കഴിയുന്നതും ആവശ്യമുള്ള സമയത്ത് ബ്രേക്ക് ഇട്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്നതും. അതൊക്കെ ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ വെഹിക്കിൾസിനെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല, ആവശ്യമുള്ളപ്പോൾ അവയെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ പറ്റില്ല. അതൊക്കെ ഫ്രിക്ഷൻ്റെ എക്സാമ്പിൾസ് ആണ്. ഫ്രിക്ഷൻ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പുകളുണ്ട്. ഫ്രിക്ഷനുകൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, then sliding friction and rolling friction. There are different types of frictions: static friction, sliding friction and rolling friction. ഇങ്ങനെ 3 ടൈപ്പ് ഫ്രിക്ഷനുകളാണുള്ളത്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ മേലെ മറ്റൊരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്. റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ഒരു സമയത്ത് അവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സർഫസിൻ്റെ മുകളിൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്, ഒരു ബോക്സ് ഇരിക്കുകയാണ്. ആ ബോക്സ് അവിടെ കുറേ സമയമായിട്ട് ഒരു ഇന്റർലോക്കിങ്ങിലാണ്, അതായത് റെസ്റ്റിൽ ഇരിക്കുകയാണ്. അവർ തമ്മിൽ നല്ലൊരു ഇന്റർലോക്കിങ് ഫോം ചെയ്തിട്ടിരിക്കുന്ന സമയമാണ് നമ്മൾ അതിനെ എടുത്ത് മൂവ് ചെയ്യിപ്പിക്കാൻ നോക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ആ ബോക്സിനെ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ അതിന് ഇങ്ങോട്ടേക്ക് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. ഇതെന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും, കാരണം ആ ഒരു ഒബ്ജക്റ്റ് അവിടെ റെസ്റ്റിൽ ഇരിക്കുകയാണ്. റെസ്റ്റിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഒരു ഇന്റർലോക്കിംഗ് ഫോം ചെയ്യാനുള്ള ടൈം ഇഷ്ടംപോലെ കിട്ടും. അവർ തമ്മിൽ ഹൈ ബോണ്ടിങ് ആയിരിക്കും. സോ ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് വെരി ഹൈ. ഇനി സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഫ്രിക്ഷൻ ദാറ്റ് കംസ് വെൻ ആൻ ഒബ്ജക്ട് സ്ലൈഡ്സ് ഓൺ ഓവർ അനദർ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിന്റെ മേലെ കൂടെ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സർഫസിന്റെ മുകളിൽ കൂടെ മറ്റൊരു സർഫസിനെ നമ്മൾ വലിച്ചെടുത്തുകൊണ്ട് കൊണ്ടുപോവുകയാണ്, സ്ലൈഡ് ചെയ്തുകൊണ്ട് പോയോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഫ്രിക്ഷനെയാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഈ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ അത്രയും വരില്ല, കാരണം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ അവർ റെസ്റ്റിലിരിക്കുകയാണ്. അപ്പോൾ അവർക്കിടയിൽ നല്ലൊരു ഇന്റർലോക്കിംഗ് ഫോം ചെയ്തിട്ടുണ്ടാവും. എന്നാൽ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ അവർ റെസ്റ്റിലിരിക്കുകയല്ല, മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇന്റർലോക്കിംഗ് ഫോം ചെയ്യാനുള്ള സമയം അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് അത്രയും സ്ട്രോങ് ബോണ്ട് അവർക്കിടയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതിനെ മൂവ് ചെയ്യിപ്പിക്കാൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ പറ്റും. അതുകൊണ്ട് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷനേക്കാൾ കുറവാണ്. Then next rolling friction. This friction comes on when an object roll over another object. ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിന്റെ മേലെ കൂടെ റോൾ ചെയ്യുന്ന സമയത്ത് അവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് റോളിംഗ് ഫ്രിക്ഷൻ എന്ന്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ബോക്സിന്റെ അടിയിൽ 2 വീല് വെച്ച് കൊടുത്തിട്ട് വലിച്ചെടുക്കുകയാണെങ്കിൽ, റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കറിയാം നമുക്ക് പെട്ടെന്ന് ആ ഒബ്ജക്റ്റിനെ വലിച്ചെടുക്കാൻ പറ്റും, റോൾ ചെയ്തെടുക്കാൻ പറ്റും വീലുള്ളതുകൊണ്ട്. അതാണ് റോളിംഗ് ഫ്രിക്ഷൻ. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് വെരി ലെസ് ആണ്. റോളിംഗ് ഫ്രിക്ഷൻ വളരെ കുറവാണ്. കാരണം നമുക്കറിയാം ഒരു ഒബ്ജക്റ്റിനെ ഉന്തിക്കൊണ്ടുപോകുന്നതും വലിച്ചെടുക്കുന്നതും ഉരുട്ടിക്കൊണ്ടുപോകുന്നതും 3 തരമാണ്. ഉരുട്ടിക്കൊണ്ടുപോകുമ്പോൾ നമുക്ക് എളുപ്പം പറ്റും, കാരണം അവിടെ തീരെ ഒരു ഗ്രിപ്പില്ല, അവയ്ക്കിടയിൽ തീരെ ഗ്രിപ്പില്ല, ഫ്രിക്ഷൻ ഇല്ല, ഫ്രിക്ഷൻ വളരെ കുറവാണ്. So you can expect a question in this area: which friction is higher, static, sliding or rolling? Static friction ആണ് ഏറ്റവും ഹയർ, then sliding friction. Rolling friction ആണ് ഏറ്റവും കുറവ് വരുന്ന ഫ്രിക്ഷൻ. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻസ്. ഇനി ഫ്രിക്ഷനെ നമുക്ക് ഇൻക്രീസ് ചെയ്യിക്കാനും റെഡ്യൂസ് ചെയ്യിക്കാനും കഴിയും. ഫ്രിക്ഷൻ ക്യാൻ ബി ഇൻക്രീസ്ഡ് ആൻഡ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. ഫ്രിക്ഷനെ നമുക്ക് ഇൻക്രീസ് ചെയ്യിപ്പിക്കാനും ഡിക്രീസ് ചെയ്യിപ്പിക്കാനും കഴിയും. ഇപ്പോൾ നമുക്ക് ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് നോക്കാം. നമുക്കറിയാം നമ്മളൊരു ഡോർ അടയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിവൈസ് കുറേ ദിവസങ്ങളോളം കുറേ കാലങ്ങളോളം വർക്ക് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ടൈറ്റായി പോകും. അത് ടൈറ്റായി പോകുമ്പോൾ നമുക്ക് ആ ഒരു സർഫസിനെ മൂവ് ചെയ്യിപ്പിക്കാൻ നല്ല ബുദ്ധിമുട്ടായി തീരും. അതായത് ആ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു നല്ല സ്മൂത്ത് സർഫസ് നമ്മൾ വാതിലിൻ്റെ ഡോറുകളൊക്കെ ആണെന്ന് കരുതാം. ഡോറുകളുടെ സൈഡിലുള്ള ആ ഒരു അയൺ പീസുകൾ ഉണ്ടാവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും റോൾ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് അതിനെ തുറക്കാനും അടയ്ക്കാനും കഴിയുന്നത്. ആ ഒരു അയൺ പീസ് നല്ല സ്മൂത്ത് സർഫസ് ആയിരിക്കും ഫസ്റ്റ് ടൈമിൽ, അത് നമ്മൾ ഉണ്ടാക്കുന്ന ടൈമിൽ. then അത് നമ്മൾ ഉപയോഗിക്കാതിരുന്നിട്ട് അത് റസ്റ്റ് വന്നു പോയിട്ടുണ്ടാവും, അതായത് തുരുമ്പായി പോയിട്ടുണ്ടാവും. തുരുമ്പ് വന്ന അയൺ നമുക്കറിയാം, തൊട്ട് നോക്കിയാൽ മനസ്സിലാവും നല്ല റഫ് സർഫസ് ആയിട്ടുണ്ടാവും. ഒരുപാട് ഇറഗുലാരിറ്റീസ് ആ ഒരു സർഫസിൽ വന്നിട്ടുണ്ടാവും. കുറേ അധികം കുണ്ടും കുഴികളുമായിട്ട് തുരുമ്പ് പിടിച്ചിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ആ സർഫസ് സ്മൂത്ത് ആയിരുന്ന ആ സർഫസ് റഫായിട്ട് മാറി. റഫായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്തു. ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്തെന്ന് പറഞ്ഞാൽ അവയ്ക്കിടയിൽ നല്ലൊരു ഇന്റർലോക്കിംഗ് ഫോം ചെയ്തു. അപ്പോൾ അവയെ തമ്മിൽ മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഹൈ ഫോഴ്സ് കൊടുക്കണം. അതായത് അങ്ങനെയുള്ള ഡോറുകളൊക്കെ തുറക്കണമെങ്കിൽ നമ്മൾ നല്ല ഹൈ ഫോഴ്സ് കൊടുക്കണം.
അപ്പോൾ അവിടുത്തെ ഫ്രിക്ഷൻ കൂടുകയാണ് ചെയ്തത്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഡോറിനെ ഈസി ആയിട്ട് മൂവ് ചെയ്യിപ്പിക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിവൈസ് ആണെങ്കിൽ ആ പാർട്സുകളെ ഈസിലി മൂവ് ചെയ്യിപ്പിക്കാൻ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കും. ആ ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇതൊരു അയൺ സർഫസ് ആണ്, ഇതിൻ്റെ മേലെ നമ്മൾ ഉപയോഗിക്കാതെ ഇരുന്നപ്പോൾ കുറേ റസ്റ്റ് പാർട്ടിക്കിൾസ് വന്നു, ആ ഒരു സർഫസ് റഫായി മാറി. അപ്പോൾ അത് ഭയങ്കര ടൈറ്റ് ആയിട്ട് മാറി, നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല. നമ്മൾ അതിൻ്റെ മേലെ കൂടെ ഏതെങ്കിലും ഓയിലുകൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു ഇതിൻ്റെ സർഫസിൻ്റെ മേലെ ഓയിലിൻ്റെ സർഫസ് വരും. ഓയിലിൻ്റെ സർഫസ് വരുമ്പോൾ അതെന്തായി, ഓയിൽ സർഫസ് നമുക്കറിയാം അതൊരു സ്മൂത്ത് സർഫസ് ആണ്. അപ്പോൾ അതൊരു സ്മൂത്ത് സർഫസ് അതിൻ്റെ മേലെ വന്നു. അപ്പോൾ എന്ത് ചെയ്യും, സ്മൂത്ത് സർഫസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഫ്രിക്ഷൻ കുറയും. ഫ്രിക്ഷൻ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ ഈസിലി മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രിക്ഷൻ കുറയാൻ വേണ്ടി യൂസ് ചെയ്തത് ഓയിലാണ് നമ്മളിവിടെ ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്തത്. ഇതേപോലെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ക്യാരം ബോർഡ് കളിക്കാം. ഈ ക്യാരംസ് കളിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ക്യാരം കോയിൻസിനെ നല്ല ഈസിലി മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, തട്ടിത്തെറിപ്പിക്കുമ്പോൾ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാരംസിന് കളിക്കുന്നതിന് മുൻപ് വി ഹാവ് ടു സ്പ്രിങ്കിൾ സം പൗഡേഴ്സ് അതിൽ സ്പ്രിങ്കിൾ ചെയ്യുന്നത് കാണാം. ഇങ്ങനെ പൗഡർ സ്പ്രിങ്കിൾ ചെയ്യുന്നത് അത് ഈസി ആയിട്ട് മൂവ് ചെയ്യാനാണ്. അതായത് ക്യാരം ബോർഡും ക്യാരം കോയിനും തമ്മിലൊരു ഫ്രിക്ഷൻ ഉണ്ടായിട്ട് അത് റഫ് ആവാതിരിക്കുക, അത് തമ്മിൽ ഇന്റർലോക്ക് ചെയ്യാതിരിക്കാൻ, അവയ്ക്കിടയിൽ നല്ല ഗ്രിപ്പ് ഉണ്ടാവാതിരിക്കാൻ. ഗ്രിപ്പ് ഉണ്ടായാൽ അത് മൂവ് ചെയ്യില്ല. അവയ്ക്കിടയിലുള്ള ഗ്രിപ്പിനെ കുറയ്ക്കാൻ, ഫ്രിക്ഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൗഡർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ അവിടെ നമ്മൾ പൗഡറാണ് ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. ഇതേപോലെ വാഹനങ്ങളുടെ വെഹിക്കിൾസിൻ്റെ പാർട്സുകളൊക്കെ ടൈറ്റായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രീസ് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഗ്രീസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഫ്രിക്ഷൻ കുറച്ചിട്ട് അതിനെ ഈസിലി മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇങ്ങനെ ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെയാണ് ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്. ലൂബ്രിക്കൻ്റ്, ദ സബ്സ്റ്റൻസ് വിച്ച് യൂസ്ഡ് ടു റെഡ്യൂസ് ദി ഫ്രിക്ഷനെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെയാണ് ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ഓയിൽ, പൗഡർ, ഗ്രീസ്. അതൊക്കെ ലൂബ്രിക്കൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യിക്കുന്നത്. ഇനി ഇതേപോലെ നമുക്ക് ഫ്രിക്ഷനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാനും പറ്റും. ഫ്രിക്ഷനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും, അവർ വെയർ ചെയ്യുന്ന ബൂട്ടിൻ്റെ അടിയിൽ കുറേ സ്പൈക്സുകൾ കാണാൻ പറ്റും. മുള്ളു പോലെ കുറേ സ്പൈക്സുകൾ ഉണ്ടാവും. ഈ സ്പൈക്സ് ബൂട്ടിൻ്റെ അടിയിൽ ഉപയോഗിക്കുന്നത് അവർ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് അവരുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഓൺലി അറ്റ് ദി ബോളിൽ മാത്രമായിരിക്കും. അപ്പോൾ ഓടിയാൽ ചാടിയാൽ എന്നൊന്നും അവർ ചിന്തിക്കില്ല. അപ്പോൾ അവർ ബോളിനെ കുറിച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഓടുന്ന സമയത്ത് അവർക്ക് ഗ്രൗണ്ടിൽ നല്ലൊരു ഗ്രിപ്പ് കിട്ടാൻ, വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പൈക്സ് കൊടുക്കുന്നത്. ബൂട്ടിൻ്റെ അടിയിൽ ഇതേപോലെ സ്പൈക്സ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഗ്രൗണ്ട് എന്ന് പറയുന്നത് നല്ല റഫ് സർഫസ് ആയിരിക്കും. അപ്പോൾ ഈ സ്പൈക്സിൻ്റെ ഇടയിലുള്ള ഇറഗുലാരിറ്റീസും ഗ്രൗണ്ടിലെ ഇറഗുലാരിറ്റീസും കൂടി ഒരുമിച്ച് വന്ന് അവിടെ ഒരു ഇൻ്റർലോക്കിംഗ് ഫോം ചെയ്യും. അപ്പോൾ അവിടെ നല്ല ഗ്രിപ്പ് ഫോം ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രിക്ഷനെ കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബൂട്ട്സിൻ്റെ അടിയിൽ സ്പൈക്സ് യൂസ് ചെയ്യുന്നത്. അതേപോലെ വെഹിക്കിൾസിൻ്റെ ടയേഴ്സ് ശ്രദ്ധിക്കുക. വെഹിക്കിൾസിൻ്റെ ടയേഴ്സ് ഏത് ഷേപ്പിലാണ് ഉണ്ടാവുക, ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഷേപ്പായിരിക്കും. റോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം നല്ല റഫ് സർഫസ് ആണ്. അപ്പോൾ ഈ വെഹിക്കിൾസിൻ്റെ ടയറും അതേപോലെ റഫാക്കി മാറ്റുന്നത് വെഹിക്കിൾസ് റോഡിലൂടെ മൂവ് ചെയ്യുമ്പോൾ നല്ല ഗ്രിപ്പ് കിട്ടാൻ, തെന്നി പോവാതെ നല്ല ഗ്രിപ്പോട് കൂടി മൂവ് ചെയ്യാൻ കഴിയാൻ വേണ്ടിയിട്ടും, അതേപോലെ ആവശ്യമുള്ള സ്ഥലത്ത് ബ്രേക്ക് ഇടാനും നിർത്താനും ഒക്കെ വേണ്ടിയിട്ടാണ് വെഹിക്കിൾസിൻ്റെ ടയേഴ്സ് ഇതേപോലെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രിക്ഷനെ കൂട്ടാനുള്ള എക്സാമ്പിൾസും ഫ്രിക്ഷനെ കുറയ്ക്കുന്നതിനുള്ള എക്സാമ്പിൾസും. ഇനി നമുക്കറിയാം, നമ്മൾ കുറച്ച് നേരം ഈ രണ്ട് കൈയും കൂടിയിട്ട് ഇങ്ങനെ കുറച്ച് നേരം ആക്കി നോക്കുക. കുറച്ച് നേരം ആക്കിയാൽ നമുക്കറിയാൻ പറ്റും നല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, നല്ല ചൂടായിട്ടുണ്ടാകും രണ്ട് കൈകളും. അതേപോലെ ഏതെങ്കിലും മിക്സർ, ഗ്രൈൻഡറൊക്കെ കുറച്ച് നേരം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നല്ല ചൂട് അനുഭവപ്പെടും. അതായത് ഒരു ഫ്രിക്ഷൻ നടക്കുമ്പോൾ ഒരു സ്ഥലത്ത് രണ്ട് സർഫസുകൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ആ ഫ്രിക്ഷൻ്റെ ഫലമായിട്ട് അവിടെ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദ ഫ്രിക്ഷൻ വിൽ ഓൾസോ പ്രൊഡ്യൂസ് ഹീറ്റ്. ഫ്രിക്ഷൻ അവിടെ ഒരു ഹീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫ്രിക്ഷന് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് നമ്മളിങ്ങനെ കൈ റബ്ബ് ചെയ്യുന്ന സമയത്ത് അവിടെ ചൂടുണ്ടാവുന്നത്. അതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ മാറ്റ് സ്റ്റിക്കുകളിൽ നിന്നും ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മാറ്റ് സ്റ്റിക്കിൻ്റെ സൈഡിൽ നിങ്ങൾക്കറിയാം ഡോട്ടുള്ളൊരു റഫ് സർഫസ് ആണ്. ദെൻ നമ്മൾ ആ സ്റ്റിക്ക് വെച്ചിട്ട് ആ ബോക്സിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ഫ്ലെയിം ഉണ്ടാവുന്നത്. ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഫ്രിക്ഷൻ കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുകയും ഫ്രിക്ഷൻ ഹീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടാണ് മാറ്റ് സ്റ്റിക്കിൽ ആ ഒരു ബോക്സിൽ നമ്മൾ സ്റ്റിക്ക് വെച്ചിട്ട് റബ്ബ് ചെയ്യുമ്പോൾ അവിടെ ഫ്ലെയിം ഉണ്ടാവുന്നത്. അതായത് ഫ്രിക്ഷൻ ഒരു ഹീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ എക്സാമ്പിൾ ആണത്. ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, റോളിംഗ് ഫ്രിക്ഷൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. എന്താണ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ?
ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോട്ടലി ലിക്വിഡ്സിനെയും ഗ്യാസിനെയും കൂടിയിട്ട് പറയുന്ന ലിക്വിഡ്സിനെയും ഗ്യാസിനെയും ഒരുമിച്ച് പറയുന്നതാണ് ഫ്ലൂയിഡ്സ് എന്ന്. ഈ ഫ്ലൂയിഡുകളിലൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷനെയാണ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടറിലൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എയറിലൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് അവയ്ക്ക് മേലെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഈ ഫ്ലൂയിഡ് ഫ്രിക്ഷന്റെ തന്നെ അനദർ നെയിമാണ് ഡ്രാഗ് എന്ന്. ഫ്ലൂയിഡ് ഫ്രിക്ഷനെ പറയുന്ന മറ്റൊരു പേരാണ് ഡ്രാഗ്. ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് ദ അനദർ നെയിം ഓഫ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ? ഫ്ലൂയിഡ് ഫ്രിക്ഷനെ പറയുന്ന മറ്റൊരു പേരാണ് ഡ്രാഗ്. ഈ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഇപ്പോൾ ഫിഷസ് വാട്ടറിലൂടെ മൂവ് ചെയ്യുന്ന സമയത്തും ബേർഡ്സ് എയറിലൂടെ മൂവ് ചെയ്യുന്ന സമയത്തും ഒക്കെ അവിടെ ഒരു ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അവയുടെ മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഏതാണ്ട് ഫിഷിനും ബേർഡ്സിനും ഒക്കെ ഒരേ ഷേപ്പാണ്. അതേ ഷേപ്പിൽ തന്നെയായിരിക്കും നമ്മുടെ എയ്റോപ്ലെയിൻ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. എന്തായിരിക്കും ഈ ഷേപ്പിന്റെ പ്രത്യേകത എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ദീസ് പെർട്ടിക്കുലർ ഷേപ്പ് ഹെൽപ്പ് ടു റെഡ്യൂസ് ദി ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. ഫ്ലൂയിഡ് ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യിക്കാൻ ഈ ഒരു പെർട്ടിക്കുലർ ഷേപ്പ് സഹായിക്കും. ഇങ്ങനെ നോക്കുകയാണ്, ഈ എയ്റോപ്ലെയിൻ ഉണ്ടാക്കിയിട്ടുള്ളവർ ചിന്തിക്കുകയാണ് എന്തുകൊണ്ട് ബേർഡ്സിന് ഇത്ര ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയുന്നു എയറിലൂടെ. അപ്പോഴാണ് അവരുടെ ആ ഷേപ്പിനെ കുറിച്ച് ഇവർ ചിന്തിച്ചത്. ഈ ഒരു ഷേപ്പ് കൊണ്ടായിരിക്കും ആ ഒരു ഫ്രിക്ഷനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് എയ്റോപ്ലെയിന് ഈ ബേർഡ്സിൻ്റെയും ഫിഷസിൻ്റെയും പോലെയുള്ള ഒരു പെർട്ടിക്കുലർ ഷേപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബേർഡ്സിൻ്റെയും ഫിഷസിൻ്റെയും ഒക്കെ ഷേപ്പിൽ നമ്മൾ എയ്റോപ്ലെയിൻ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു പെർട്ടിക്കുലർ ഷേപ്പിന് ഫ്ലൂയിഡ് ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്തിട്ട് ഈസിലി മൂവ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അതാണ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. ഇപ്പം നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷനെ കുറിച്ചും ഫ്രിക്ഷൻ എന്താണെന്നും അതിന് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു. ഇനി ഫ്രിക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. ഫ്രിക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഒന്നെന്ന് പറയുന്നത് നാച്ചർ ഓഫ് ദി സർഫസ്. നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഏത് സർഫസുകളിലാണോ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് ആ സർഫസിന്റെ നാച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ്. ഒന്ന് നാച്ചർ ഓഫ് ദി സർഫസ്. നാച്ചർ, ഇപ്പോൾ രണ്ട് സർഫസ് നല്ല റഫ് ആണെന്ന് കരുതുക. റഫ് സർഫസുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ഹൈ ആയിരിക്കും. ഇനി എടുക്കുന്ന രണ്ട് സർഫസും നല്ല സ്മൂത്ത് ആണെന്ന് കരുതുക. സ്മൂത്ത് സർഫസുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ എന്ന് പറയുന്നത് വളരെ ലെസ് ആയിരിക്കും. അപ്പോൾ സർഫസുകളുടെ നാച്ചർ എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തിരിക്കും അവിടെ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ. ദെൻ ഫ്രിക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് അവിടെ കൊടുക്കുന്ന വെയിറ്റ് ആണ്. ഇപ്പോൾ ഒരാളൊരു മാറ്റ് വലിച്ചെടുക്കുകയാണ്, ആ മാറ്റിൽ ഒന്നുമില്ല, മാറ്റ് വെറുതെ കിടക്കുകയാണ്, അതിനെ വലിച്ചെടുക്കുകയാണ്. ആൾക്ക് ഈസി ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റും. ഇനി അതിൻ്റെ മേലെ ഒരു കുട്ടിയോ അതല്ലെങ്കിൽ ഒരു വെയിറ്റ് ഉള്ള ഒരു ബോക്സോ ഇരിക്കുകയാണ്. നേരത്തെ പോലെ അത്രയും ഈസി ആയിട്ട് അയാൾക്ക് വലിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല, കുറച്ചുകൂടി കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. അതായത് ഒരു മാറ്റ് ഉണ്ട്, മാറ്റിനെ ഇങ്ങോട്ട് വലിച്ചെടുക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ അതിൻ്റെ മേലെ ഒരു നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബോക്സ് കയറ്റി വെക്കുകയാണ്, എന്നിട്ട് ഇങ്ങോട്ട് വലിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വലിച്ചതിനേക്കാൾ ഡബിൾ പവറിൽ വേണം വലിക്കാൻ. അപ്പോൾ അത്രയും പവറിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് അങ്ങോട്ടും ആക്ട് ചെയ്യും. അതായത് ആ ഒരു സർഫസിൽ താഴേക്ക് കൊടുക്കുന്ന സ്ട്രെസ്, അതായത് വെയിറ്റ് എന്ന് പറയുന്നതും ഈ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എത്രത്തോളം വെയിറ്റ് അതിലുണ്ട്, സർഫസിന്റെ മേലെ സർഫസിനെ എത്രത്തോളം മറ്റേ സർഫസിലേക്ക് കംപ്രസ് ചെയ്യുന്നുണ്ട്, ഒരു സർഫസ് മറ്റേ സർഫസിലേക്ക് എത്രത്തോളം സ്ട്രെസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതിനെയും അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രിക്ഷനെ കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഫ്രിക്ഷൻ എന്താണ്, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻസിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും, എങ്ങനെ റെഡ്യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ്, ഇൻക്രീസ് ചെയ്യുന്ന സിറ്റുവേഷൻസ്, അതുപോലെ എന്താണ് ലൂബ്രിക്കൻസിന് എക്സാമ്പിൾസ്, ദെൻ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്താണ്, ദെൻ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ഫ്രിക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. I think you get a better idea about this chapter. If you have any doubts related to this chapter, you can ask me. Okay, thank you.